നമസ്കാരം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. പി അൻവർ പത്തിമടക്കി. മുമ്പ് ഷാജൻസ്കറിയുടെ ഓഫീസിന് മറുനാടൻ മലയുടെ ഓഫീസിന്റെ താഴെ വന്ന് നിന്ന് വണ്ടിയൊക്കെ ഒതുക്കി ഇട്ടിട്ട് മേലേക്ക് നോക്കിയിട്ട് നിന്നെ ഒരിക്കൽ ഞാൻ താഴെ ഇറക്കുമടാന്ന് ഒരു വെല്ലുവിളി വിളിച്ചു ഓർക്കുന്നുണ്ടോ? 1 വർഷം മുമ്പാണത്. ഷാജൻസ്കറിയെ വെല്ലുവിളിച്ചു. ഷാജൻസ്കറിയെ പൂട്ടിക്കെട്ടി താഴെ ഇറക്കിയെന്ന് മാത്രമല്ല, അത് ഇടിച്ചു പൊളിച്ച ബിൽഡിംഗ് മുഴുവൻ ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. മറുനാടൻ മലയാളി അവിടെ നിന്ന് രായ്ക്ക് രാമായണം ഓടി ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ഷാജൻസ്കറിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് പി അൻവറിന്റെ കേളികൾ. അതേ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മലപ്പുറത്ത് വെച്ച് തുടങ്ങിയ ആ തുടങ്ങൽ കേരളം മുഴുവൻ കത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, പി അൻവർ അവസാനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ്? ഒരു സഖാവ് എന്ന നിലയിൽ താൻ കണ്ടെത്തിയ കാര്യങ്ങൾ സഖാവ് പിണറായി വിജയനെ അറിയിച്ചു. അതുപോലെ സഖാവ് ഗോവിന്ദൻ മാഷ് തിരക്കിലായതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ പറഞ്ഞോളാം, ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല, അതുകൊണ്ട് സഖാവിനെ ഏൽപ്പിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് പോലീസ് അസോസിയേഷന്റെ ആ സമ്മേളനത്തിൽ വെറുതെ SP എടുത്ത ഡയലോഗ് അടിച്ചത്? എന്തിനായിരുന്നു ആ IPS ഓഫീസറുമായിട്ടുള്ള ആ സംഭാഷണം പുറത്തുവിട്ടത്? എന്തിനായിരുന്നു വെറുതെ ADGPക്കെതിരെ വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നത്? ഇതൊന്നും ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ജനങ്ങളുടെ ഇടയിലേക്ക് വലിച്ചിട്ട് ജനങ്ങളെ മുഴുവൻ ചർച്ച ഉണ്ടാക്കി പത്രങ്ങളിലും ചാനലുകളിലും വാർത്ത ഉണ്ടാക്കിയിട്ട് ഈ മുങ്ങുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സത്യത്തിൽ ഇതൊരു മുങ്ങലാണ്. മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തി, ഇനി നിർത്താൻ അൻവറെ, ഇനി കുറച്ച് ദിവസം മാധ്യമങ്ങൾ അതുകൊണ്ട് പൊയ്ക്കോളും, അത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന്. അപ്പോൾ ഏൽപ്പിച്ച പണി ഭംഗിയായി പൂർത്തിയാക്കിയതിന്റെ ചാരിത്രത്തിൽ അൻവറും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിരിഞ്ഞു എന്നേ നമ്മൾ കരുതേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങൾ, സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ സ്വർണം പൊട്ടിക്കല്, പിന്നെ മയക്കുമരുന്ന് കൊലപാതകങ്ങള്, കള്ളക്കേസുകള്, പിന്നെ പണം അടിച്ചുമാറ്റുന്ന പരിപാടികള്, കൊട്ടാരം പണിയല് എന്ന് വേണ്ട സകലതും പുറത്തേക്ക് കൊണ്ടുവന്ന പി അൻവർ ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് സഖാവിനെ അറിയിച്ചാൽ പോരായിരുന്നോ? സഖാവിനെ അറിയിച്ച സഖാവ് കാര്യങ്ങൾ എടുക്കുമായിരുന്നല്ലോ. ഇപ്പൊ സഖാവ് തീരുമാനിക്കട്ടെ എന്നാണല്ലോ അൻവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം സഖാവിനെ അറിയിച്ചാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് ഇവിടെ കൊട്ടിക്കൊടിച്ച് ജനങ്ങളെ അറിയിച്ചത്, പത്രക്കാരെ അറിയിച്ചത്? അപ്പൊ പത്രക്കാരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതറ്റം വരെയും കൊണ്ടുപോകും. അത് MR അജിത് കുമാറിന്റെ പുക കണ്ട മാത്രമേ അടങ്ങുള്ളൂ. അതല്ലെങ്കിൽ സുജിത്തിനെ രാജിവെപ്പിച്ച് അടങ്ങുള്ളൂ. അതുമല്ലെന്നുണ്ടെങ്കിൽ പിണറായിയെ താഴെ ഇറക്കി അടങ്ങുള്ളൂ. അല്ലെങ്കിൽ P ശശിയെ ഇവിടുന്ന് പുകച്ചു ചാടിച്ച് അറബിക്കടലിൽ കടത്തിയാലേ അടങ്ങുള്ളൂ എന്നൊരു നിലപാടിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതൊക്കെ മാറിയിട്ട് ഒരു അരമണിക്കൂർ കൂടിച്ചേർച്ച നടത്തിയപ്പോഴേക്ക് ഇത് മാറിയിട്ട് ഞാനെല്ലാം അവസാനിപ്പിച്ചു, ഇനി മന്ത്രിസഭ നോക്കുന്നെങ്കിൽ നോക്കട്ടെ, പിണറായി നോക്കുന്നെങ്കിൽ നോക്കട്ടെ, സഖാവ് നോക്കുന്നെങ്കിൽ നോക്കട്ടെ എന്നുള്ള നിലയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചില ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഉറപ്പിന് വേണ്ടിയിട്ടായിരുന്നു ഈ നാടകം മുഴുവൻ കളിച്ചത്. സത്യത്തിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പൊട്ടന്മാരൊക്കെ അല്ല പ്രോത്സാഹിപ്പിച്ച് ചെയ്തത് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം സഖാവിനെ ഇത് അറിയിക്കാനും സഖാവിനെ ബോധിപ്പിക്കാനും നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളും എഴുതിയും അല്ലാതെയും സഖാവിന് കൊടുക്കാനുമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ആദ്യം അങ്ങ് ചെയ്താൽ പോരെ. വെറുതെ ഈ മാധ്യമങ്ങളെ ആ വയനാട്ടിൽ നിന്നും അതല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും വെറുതെ ഇങ്ങോട്ട് വലിച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അവരതും കൊണ്ട് വീണ്ടും നടക്കുമായിരുന്നല്ലോ. കുറച്ചെണ്ണത്തിനെയും കൂടെ ജയിൽ ശിക്ഷ കൊടുക്കുമായിരുന്നല്ലോ. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ മുകേഷിനെയും അല്ലെങ്കിൽ ഗണേശിനെയും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ രക്ഷിച്ചെടുക്കാൻ വേണമായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് പ്രതിസ്ഥാനത്ത് വരുമെന്ന് ഭയന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഈ റിപ്പോർട്ട് എന്തായാലും കണ്ടിട്ട് സർക്കാർ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു നാടകം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് പൂർത്തിയാക്കുന്ന സ്വഭാവം പി അൻവറിന് ഇല്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാജൻസ്കറിയ പാതി വഴിക്കിട്ട് മുങ്ങി ഇല്ലേ? ഷാജൻ അവിടെ ഇരുന്നുകൊണ്ട് വാർത്ത വായിക്കുന്നുണ്ട്, ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ലണ്ടനിൽ പോകാനുള്ളത് ലണ്ടനിൽ പോകുന്നുണ്ട്, ഇംഗ്ലണ്ടിൽ പോകാനുള്ളത് ഇംഗ്ലണ്ട് പോകുന്നുണ്ട്, തിരിച്ചു വരാനുള്ളത് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ മറുനാടന്റെ ഓഫീസിൽ വരാനുള്ളത് വരുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇല്ലേ? ശരിയല്ലേ? അപ്പോ അന്ന് ഞാൻ നിന്നെ ഇറക്കോടാന്ന് പറഞ്ഞത് മൂപ്പർ പറഞ്ഞില്ലെങ്കിൽ മൂപ്പർ ഇറങ്ങും. ഓഫീസിൽ നിന്ന് ഇറങ്ങിയാലേ മൂപ്പർക്ക് വരണമെങ്കിലും പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒന്നും നടന്നില്ല, ഒരു ചുക്കും നടന്നില്ല. അങ്ങനെ വരുമ്പോൾ പുതിയ ചൊല്ല് മാറും. ആരുടെയൊക്കെ വാക്കും പഴയ ചാക്കും എന്ന് പറയുന്നത് പോലെ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായിയുടെ വാക്കും പഴയ ചാക്കും എന്നാണ്. ഇനി അത് പി അൻവറിന്റെ വാക്കും പഴയ ചാക്കും എന്നാക്കി മാറ്റേണ്ട ഒരു അവസ്ഥ വരുമെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഇവരെയൊക്കെ, അതായത് ഇത്രയ്ക്ക് അഴിമതിയും ധാർഷ്ട്യതയും ധൂർത്തും കാണിക്കുന്ന ഇവരെയൊക്കെ അവർക്ക് അർഹപ്പെട്ട ശിക്ഷ വാങ്ങി കൊടുക്കുന്നത് വരെ നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കണം. അല്ലാതെ ഇടയ്ക്ക് സഖാവിനെ ഏൽപ്പിച്ച് മുങ്ങല്ല വേണ്ടിയത്. സഖാവ് ഒരു പക്ഷെ അവർക്ക് ഓശാന പാടുകയാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ ഇവർ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങളും ഇവർ കാണിച്ചിട്ടുള്ള ഈ അതിക്രമങ്ങളും അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടുള്ള സകല അനീതിയും എല്ലാം ഈ സഖാവ് അംഗീകരിക്കും. ഞാനും ഒരു സഖാവാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സഖാവ് അത് അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ
അപ്പൊ അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ എസ് പി അപമാനിച്ചതും മറ്റേ എസ് പിയുടെ സംസാരം പുറത്തുവിട്ടതും ADGP അവഹേളിച്ചതും ഒക്കെ മാപ്പ് പറയൂ? ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്തതുപോലെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇറങ്ങരുത്. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് ADGP ഒന്നും ഇതിനകത്തില്ല, അതേപോലെ ശുചിത്വം ഇതിനകത്തില്ല, SP ADGP പ്രശ്നമേ അല്ല, അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമല്ല. നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു പുകമറ ഉണ്ടാകണമായിരുന്നു. ഇതിൽ കളിച്ചിട്ടുള്ളത് നടന്മാരായി നല്ല ബെസ്റ്റ് ആക്ടർമാരായിട്ട് ഉണ്ടായിരുന്നത് ഒന്ന് സുജിത്തും അതുപോലെ ADGP ആണ്. സംവിധാനം എന്ന് പറയുന്നത് PV അൻവറാണ്. അതിന്റെ തിരക്കഥ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇതാണ് ഇതിന്റെ സംഗതി. കഥ നമുക്കറിയാലോ എന്തിനായിരുന്നു എന്നുള്ളത്. അപ്പൊ ഏതായാലും ഇങ്ങനെ ജനങ്ങളെ പൊട്ടന്മാരാക്കരുത്. ഇവരൊക്കെ അഴിമതിക്കാരാണ്, ഇത്രയും പ്രശ്നക്കാരായ ആൾക്കാരാണ് പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇനി ജനങ്ങൾ എങ്ങനെ നിൽക്കണം? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി എന്താ ജനം വിചാരിക്കേണ്ടത്? ഇപ്പൊ ADGP എന്ന് പറയുന്ന ഒരു വ്യക്തി ഷാജൻ സ്കറിയന്റെ കേസിൽ മൂപ്പരൊരു വില്ലനായി രംഗത്ത് നിൽക്കുകയായിരുന്നു, ഇല്ലേ? ഇപ്പോ ഷാജൻ സ്കറിയെന്ന് 2 കോടി രൂപ ADGPക്ക് കൊടുത്തു എന്ന് പറഞ്ഞ ആ പരാതിയൊക്കെ എന്തായി? ഇനി കൊടുത്തില്ല എന്ന് പറയോ? അവിടെ 10,000 സ്ക്വയർ ഫീറ്റ് കൊട്ടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ കേസൊക്കെ എന്തായി? ഇനി ഇത് പണിഞ്ഞത് പൊളിച്ചു കളയും? എനിക്കറിയില്ല എന്താന്നുള്ളത്. അപ്പോൾ ഇതൊന്നുമല്ല വിഷയം. ഒരു പുകമറ ഉണ്ടാക്കി ഒന്നുകിൽ ഈ വന്നതിനെ ഒക്കെ മറയ്ക്കാൻ, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന എന്തോ ഒന്നിനെ തടയിടാൻ.